ഗൈസ് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ടയർ കാറ്റിരിക്കുന്ന ഒരു പമ്പ്. വേറൊന്നുമല്ല, എൻ്റെ കാറിൻ്റെ ടയറിൽ കാറ്റില്ല. നോക്ക് ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്, അല്ലാതെ കഴപ്പുണ്ടായിട്ടൊന്നുമല്ല. പിന്നെ ആവശ്യങ്ങൾക്ക് എടുക്കാമെന്ന് വേണ്ടി വിചാരിച്ച് പെട്ടി ഓർഡർ കൊണ്ടുവന്ന ആളെ തന്നെ പൊളിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇങ്ങനത്തെ അവസ്ഥ. ഇങ്ങനെ കാണിക്കല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫ്യൂസ് കിട്ടിയിട്ടുണ്ട് കയ്യിൽ. പിന്നെ നമ്മുടെ സാധനം, ഇതിൻ്റെ ഒരു പേപ്പറുണ്ട്. പേപ്പർ നമുക്ക് നോക്കാം. പേപ്പർ നല്ല കവറിലൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന നനഞ്ഞു പോകാതിരിക്കാനായിരിക്കും. നമുക്ക് സാധനം തന്നെ നോക്കാം. നല്ല സാധനമായാൽ മതി. 2 ദിവസം കൊണ്ട് പെട്ടിയിലാക്കേണ്ട അവസ്ഥ വരാതെക്കട്ടെ. നൈസ് സാധനമാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ ഒരു ഭാഗമാണ് നമ്മുടെ കാറിൻ്റെ അവിടേക്ക് വെച്ച് കൊടുക്കേണ്ടത്, ഈ ഒരു ഭാഗം. പിന്നെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതെന്ത് സാധനം? ഇത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് എടുക്കാനുള്ളതാണോ? ഇതെങ്ങനെ എടുക്കുക? അത് അറിയുന്നവർ കമൻറ്റ് ചെയ്യും. Allow compressor to cool for 15 minutes after each 10 minutes continuous operation. ആയിക്കോട്ടെ. ടോർച്ച് ഉണ്ട് കേട്ടോ സൈഡിലായിട്ട്. പിന്നെ ഇപ്പോൾ ഒന്നും വർക്കാവില്ല. ഞാനിത് കുത്തിയിട്ടാൽ ഇത് വർക്കാവുള്ളൂ, മനസ്സിലായി. ഇതാണ് നമ്മുടെ കാറിൽ നിന്ന് ഔട്ട് എടുക്കുന്ന സാധനം. അത്യാവശ്യം വയറുണ്ട്, അതൊക്കെ തികയാണാവും. നമുക്ക് മാനുവൽ ഒന്ന് നോക്കാം അതിലെന്തെങ്കിലും കൊടുത്തതെന്ന്. ഇതിൽ കുറച്ച് അതാ 8ാമത്തെ എന്താണ്? ബലൂൺ കാട്ടിരിക്കുന്ന സാധനമാണോ? അല്ലേ, ബലൂൺ കാട്ടിരിക്കാൻ കൊടുക്കുക. ഓക്കെ. ഇൻസ്ട്രക്ഷൻ ഫ്യൂ എന്തായാലും നമുക്കിത് കാറിൽ കുത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കി കാണിക്കാം. നമുക്ക് ഇതന്നെ കാറ്റടിക്കാം. ഇങ്ങനെ അല്ലേ? ലൈറ്റ് ഇറക്കാൻ വേണ്ടിട്ടോ.
സ്റ്റക്കാവുണ്ട്, എന്താണോ? സാധനം കറക്റ്റ് 30 എത്തിയപ്പോൾ തന്നെ സാധനം ഓഫായിട്ടോ. ഫ്ലിപ്കാർട്ടിൻ്റെ ഈ സാധനത്തിന് 35.5 PSI പ്രഷറായപ്പോഴേക്ക് സാധനം നിന്നിട്ടുണ്ട്. സാധനം അപ്പോൾ അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ടെന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കിയപ്പോൾ ഞാൻ അത്രയും പഞ്ചറായ ഒരു ടയറാണ് അടിച്ചത്. അപ്പോൾ എന്തായാലും വിശ്വസിച്ച് മേടിച്ചോളി നിങ്ങൾ, വലിയ കുഴപ്പമില്ല. ലൈറ്റും ഉണ്ട്, എല്ലാതും ഉണ്ട്, വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ ശരി, എന്തായാലും വീഡിയോ യൂസ്ഫുള്ളായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പിന്നെ പറഞ്ഞില്ല എന്ന് പറയണ്ട, ആദ്യത്തെ യൂസിൽ തന്നെ ഞാനിത് എന്താ കണ്ടോ, എൻ്റെ ഒരു കോൺക്രീറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഉണ്ടോ പുറകു ഭാഗത്തൊക്കെ ഉണ്ട് സ്ക്രാച്ചസ് ഇതൊക്കെ വന്നിട്ടുണ്ട്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വയ്ക്കുന്ന പ്ലേസ് ഇതിപ്പോൾ ടൈലായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ സാധനം പ്രവർത്തിക്കുമ്പോൾ കോൺക്രീറ്റിനവിടെ വെച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ സ്ക്രാച്ചൊക്കെ ആവും കിട്ടും ബോഡിക്ക്, അതുകൂടി പരിഹരിക്കുക. അപ്പോൾ ബൈ.